നിസ്കരിക്കാൻ മടിയുണ്ടല്ലേ? നിസ്കരിക്കാൻ മടിയാണ്, ഖുർആൻ ഓതാൻ മടിയാണ്, നല്ലതിലൊക്കെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുമെങ്കിൽ നമുക്ക് മടിയില്ലാതെ നിസ്കരിക്കാനും നോമ്പനുഷ്ഠിക്കാനും ഖുർആൻ ഓതാനും നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനൊക്കെ കഴിയുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല. അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്മുകളിൽ 3 ഇസ്മിനെയാണ് ഞാൻ പറയുന്നത്. അത് ചൊല്ലേണ്ടത് കിടന്നുറങ്ങുന്നതിൻ്റെ അല്പം മുമ്പാണ്. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് നിശാനസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങാമല്ലോ. അതിനു മുമ്പ് ഈ 3 ദിക്റുകളും നമ്മൾ 100 പ്രാവശ്യമെങ്കിലും, അതിനേക്കാൾ എത്രത്തോളം വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രയും നമ്മുടെ ജീവിതത്തിൽ ഉന്മേഷവാനായി നമുക്ക് മാറാൻ കഴിയും. ഏതാണ് ദിക്ർ എന്നറിയോ? ഒന്ന് യാ റഖീബു യാ അല്ലാഹ്, യാ റഖീബു യാ അല്ലാഹ് എന്ന്. രണ്ടാമത്തത് യാ മുഹയ്യി യാ അല്ലാഹ് എന്നാണ്, യാ മുഹയ്യി യാ അല്ലാഹ്. മൂന്നാമത്തത് യാ മുമീതു യാ അല്ലാഹ് എന്ന ദിക്റാണ്, യാ മുമീതു യാ അല്ലാഹ്. മടിയൊക്കെ മാറി നല്ല ഉന്മേഷത്തോടു കൂടി നമുക്ക്